മലപ്പുറം ജില്ലയുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ ഉള്ള നല്ലൊരു വയഡറ്റ് പാലം, നാഷണൽ ഹൈവേയുടെ അതിവിടെ നിന്ന് നോക്കിയാൽ ഫുള്ളായി കാണാനൊന്നും പറ്റില്ല. ഈ സ്ഥലം വടക്കുമുറി വളാഞ്ചേരി. ഇതിൻ്റെ കുറേ വീഡിയോസ് പലരും ഇട്ടിട്ടുണ്ട്. നല്ല നീളമുള്ള വയഡറ്റ് പാലാണ്, നല്ല ഫേമസ് ആണിത് ഇപ്പം തന്നെ. അപ്പോൾ നരേന്ദ്രമോദി ഇവിടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഭാരതത്തിൽ പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങൾക്കും ഡെഡിക്കേഷൻ ചെയ്തു. അത് അദ്ദേഹം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല കാര്യമായിട്ട് രണ്ട് ഭാഗത്ത് ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്ത് പാലത്തിൻ്റെ ഇരുഭാഗത്തും നന്നായിട്ട് ജനങ്ങൾക്ക് നടക്കാനുള്ള വഴികളുണ്ട്, ലിങ്ക് റോഡായിട്ട്. അതും ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണത്. വെറും വയലാണ്. ഈ വയൽ പ്രദേശത്തുകൂടി അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പഞ്ചായത്ത് റോഡുണ്ട്, ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനോട് ജോയിൻ്റ് ആക്കിക്കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യണം. ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മൂടാലിൽ പോയിട്ട് നിന്ന് അവിടുന്ന് അങ്ങോട്ട് അങ്ങനെയാണ്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റോഡാണ്. ഇതുവരെ പാലത്തിൻ്റെ പണിയായിരുന്നു, അത് കഴിഞ്ഞു. പാലം അത് കുറേ അങ്ങോട്ട് കിലോമീറ്റർ കണക്കിലുണ്ട്, വട്ടപ്പാറ വരെ. ഏറ്റവും നീളമുള്ള കേരളത്തിലെ നാഷണൽ ഹൈവേ പാലം ആണ് ഇത് എന്ന് പറയുന്നു. ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒരു സന്തോഷവും അത്ഭുതവും അഭിമാനമായിട്ടുണ്ട്. വളാഞ്ചേരി പരിസരത്തുള്ളവർ അതുപോലെ കാലത്തും വൈകിട്ടും നിറയെ ജനങ്ങൾ കാണാൻ വരും, വന്നു പോവും. പണ്ടാരോ പറഞ്ഞ പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അതുപോലെ ഞങ്ങളതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് എപ്പോഴും കയറി നോക്കുന്നുമില്ല, ഒന്നുമില്ല. നമുക്കതുണ്ടല്ലോ എന്നുള്ള സമാധാനം, അത്രയേ ഉള്ളൂ. ഈ പാലത്തേക്കാൾ വലിയ ഭാഗ്യമാണ് ഒരു നടപ്പാത കിട്ടിയത്. ഇതാ ഈ ഭാഗത്തൊരു നടപ്പാത, രണ്ട് സൈഡിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അല്ലേ. ഇത് പോകുന്നത് ഇങ്ങനെ വളാഞ്ചേരി ടൗണിലേക്കാണ്. ഈ പാലത്തിൻ്റെ എൻഡ് വരെ ഇവിടെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി റോഡെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു രണ്ട് ഭാഗത്തും ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് റോഡ് യോജിപ്പിക്കുകയാണ്. ഒരു പക്ഷെ കമാനം പോലെ ചെയ്യുമെന്നൊന്നും അറിയില്ല. അതല്ലെങ്കിൽ മണ്ണിലൂടെ തന്നെ അത് റോഡാക്കി മാറ്റും. എന്താ അതിൻ്റെ ഐഡിയ നമുക്ക് ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവർ കൊണ്ടുവന്ന് വെക്കുന്നു, ഉണ്ടാക്കുന്നു. അവരുടെ ഒരു ഐഡിയയും നമുക്കറിയില്ല. അങ്ങനെയാണത്. എന്തായാലും വളരെ സന്തോഷം തോന്നുകയാണ്. ഒരുപാട് ജനം ഇത് വന്ന് കാണുന്നുണ്ടായി എന്നുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഞങ്ങൾ നാട്ടുകാർ തന്നെ വിജയകരമായി തന്നെ അത് അഷറഫ് അമ്പലത്തിങ്കൽ അദ്ദേഹം നമ്മുടെ പരിസരത്തുള്ള എല്ലാവരും ചേർന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടി വന്ന കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് ദാനം ഒക്കെ ചെയ്തിരുന്നു, ഡെഡിക്കേഷൻ ചെയ്തിരുന്നു. ഏതൊക്കെയോ ഫുട്ബോൾ രംഗത്തോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്നാലും നന്നായി വിജയിപ്പിച്ചു. അത് നമ്മുടെ കൗൺസിലർ മെമ്പർ വടക്കുമുറി കമറുദ്ദീൻ പാറയ്ക്കൽ കാര്യമായിട്ട് എല്ലാത്തിലും മുൻകൈ എടുക്കാറുണ്ട്. അത് ഏത് കാര്യങ്ങളിലാണെങ്കിലും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനു മുന്നേ നൗഷാദ് അമ്പലത്തിങ്കലായിരുന്നു, അയാളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് മതപക്ഷമോ രാഷ്ട്രീയ പക്ഷമോ ഒന്നും നോക്കാതെ തന്നെയാണ് ജനങ്ങളുടെ കൂട്ടായ്മ. ഇപ്പോഴീ മലപ്പുറം ജില്ലയിൽ എന്തൊക്കെയോ ഉണ്ട്, ഏതൊക്കെയോ ഉണ്ട് എന്നല്ലാതെ ഒരു നല്ല ബിസിനസ് സംരംഭമോ ജനങ്ങൾക്ക് തൊഴിലോ ഒന്നും ഇവിടെ കിട്ടത്തക്ക രീതിയിൽ യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മലബാർ അത് അങ്ങനെ കിടക്കുന്നു. ഏറ്റവും കൂടുതൽ അഴിമതിയും തീവ്രവാദവുമാണെന്നാണ് ഇപ്പോൾ
പറയുന്നത് നമുക്കറിയില്ല. എന്തായാലും ദൈവം അതിൽ നിന്നൊക്കെ, ദൈവം എന്ന ശക്തി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എല്ലാ മക്കളെയും പിന്തിരിപ്പിച്ച് നന്മരങ്ങളാക്കി മാറ്റട്ടെ. ഒരു കാര്യം പറയാം, മതസഹിഷ്ണുത കൂടുതലുള്ള സ്ഥലം മലപ്പുറം ജില്ല തന്നെയാണ്. ഇനി എന്തോ ഏതോ ആവട്ടെ, അതൊക്കെ അവനവൻ്റെ കഴിവിനനുസരിച്ച് കള്ളത്തരം കാണിക്കാത്ത ജനങ്ങളും ഉണ്ടാവില്ല, രാഷ്ട്രീയവും ഉണ്ടാവില്ല. ഇനി വരാൻ പോകുന്നവരും അങ്ങനെ തന്നെയാവും, വന്നവരും അങ്ങനെ തന്നെയാവും, ഇന്നലെ പോയവരും അങ്ങനെ തന്നെ. അതൊക്കെ രാജ്യത്തെ വെട്ടിമുറിക്കാനും വിറക്കാക്കി തനിക്കാക്കാനും ഒക്കെ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിനിടയിൽപ്പെട്ട കുറേ ദുരിതപ്പെട്ട ജനങ്ങൾ, അവർക്ക് മാന്യമായൊരു തൊഴിലില്ല. പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരുപാട് പേര് പിച്ച തണ്ടുന്ന അവസ്ഥയിലേക്ക് ആണ് മലപ്പുറത്ത് പോകുന്നത്. അതുപോലെ പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിലൊക്കെ ഒരു വിവാഹം ചെയ്ത് കൊടുക്കാൻ പോലും ഒരു തുട്ട് പൈസ ആരും സഹായിക്കില്ല. സംഘടന ഉണ്ടത്രേ, സ്നേഹമുണ്ടത്രേ, പ്രതിപത്തി ഉണ്ടത്രേ, ശക്തി ഉണ്ടത്രേ, ഇങ്ങനെയൊക്കെ കേൾക്കാണ്ട്. പക്ഷേ ആരും ആരെയും സഹായിക്കുന്ന ഒരു വലിയ പ്രവണതയൊന്നും നമ്മളെ മലപ്പുറം ജില്ലയിലില്ല കേട്ടോ. ഏറിയാൽ ഒരു 10,000 15,000 20,000 ഉള്ളിൽ കുറച്ച് ബിസിനസ് സ്ഥാപനം ഉണ്ടാകും മൊത്തത്തിൽ ഈ ജില്ലയുടെ ഉള്ളിൽ. ഏത് MLA വന്നാലും ഒരു സംരംഭം ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഉള്ളത് എടുത്തിട്ട് അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടാക്കുന്നു, അല്ലെങ്കിൽ മാറ്റം സംഭവിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നും ഉണ്ടാക്കിത്തരാൻ ആരുമില്ല. ഇവിടുത്തെ സ്ഥിതിയാണ് പറയുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയെ കാര്യമായി ശ്രദ്ധിക്കണം എന്നുകൂടി ഗവൺമെൻറ്റിനോട് പറയുകയാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ളവർക്ക് തൊഴിലില്ല, പകരം ഇവിടെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ആളുകൾ തമ്മിലടിക്കുന്നു. അതിനായിട്ട് പലരെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അതിഥി തൊഴിലാളികളാക്കി മാറ്റിയിട്ട്. അതൊക്കെ നിർത്തുക, എന്നിട്ട് നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക. അത് കൊടുക്കാത്തിടത്തോളം കാലം നമുക്കിവിടെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കൊള്ളയും കൊലയും, കൊള്ളിവെപ്പും, പ്രതികാരം, അതിൻ്റെ ഇടയിൽ കൂടി ലവ് ജിഹാദും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അമ്പലം പള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കുക. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പറയാനുള്ളത് പറഞ്ഞു. അതുകൊണ്ട് ദയവായി കേരള രാഷ്ട്രീയം അതേതോ ആവട്ടെ, ഒരല്പം മനുഷ്യത്വം കാണിക്കണം. എത്ര പേർക്ക് പെൻഷനില്ല? ക്യാൻസർ പെൻഷൻ വരെ സ്റ്റക്കാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കണം. ക്യാൻസർ രോഗികൾക്ക് ഒരിക്കലും ഈ രോഗം മാറില്ല, മാറിയ ചരിത്രമില്ല. ഒരു സമാധാനം കിട്ടും എന്നുള്ളതല്ലാതെ മാറ്റമില്ല. എന്നാൽ അവർക്ക് മസ്റ്ററിങ് നടത്തിയിട്ട് പോലും ശരിക്കും ഒന്നും കൊടുക്കുന്നില്ല. സ്റ്റക്കാക്കി വയ്ക്കുക. മസ്റ്ററിങ്ങൊക്കെ സ്റ്റക്ക്. നമ്മളങ്ങോട്ട് അപേക്ഷിക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അക്ഷയ പറയുക ഇത് പോകുന്നില്ല കേട്ടോ എന്ന്. അതാണ് അവസ്ഥ. ഏറ്റവും കുറഞ്ഞ പക്ഷെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും വൃദ്ധരായിട്ടുള്ളവർക്കും അതുപോലെ ക്യാൻസർ രോഗികൾക്കെങ്കിലും പെൻഷൻ ക്രമത്തിൽ കൊടുക്കാൻ ശ്രമിക്കണമെന്നേ പറയാനുള്ളൂ. മറ്റൊന്നും പറയാനില്ല. എന്തൊക്കെ കൈയിട്ട് മാന്തിയാലും എത്ര സമ്പാദിച്ചാലും അതെല്ലാം ഈ മണ്ണിൽ നിന്ന് പോകുമ്പോൾ ആരും കൊണ്ടുപോകുന്നില്ല. പിന്നെ മരിച്ചു പോയാൽ അവിടെ നരകമുണ്ട് സ്വർഗമുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാണ്ട്. അതൊക്കെ യഥാവിധി അവനവൻ്റെ ഇഷ്ടത്തിന് നടത്താം. പക്ഷെ ഇപ്പോൾ ഭൂമിയിലല്ലേ, ഈ ഭൂമിയിൽ വേണ്ട സ്വർഗം അതാത് കാലഘട്ടത്തിനനുസരിച്ച് ഗവൺമെൻറ് അദ്ദേഹം നയിക്കുന്ന മനുഷ്യർക്ക് ചെയ്തു തരണമല്ലോ. വടക്കാക്കി തനിക്കാക്കുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ വേണം. എല്ലാവരും വോട്ട് തന്ന് വിജയിപ്പിക്കുകയാണ്. ഇത്രയും കൂടി പറയുന്നു, എല്ലാവരും നന്മരങ്ങളാവട്ടെ, തിന്മ ഭൂമി വിട്ടൊഴിയട്ടെ. എല്ലാ പാർട്ടികളും നമ്മുടെ തന്നെ, എല്ലാം ചെയ്യപ്പെടുന്നത് മോൾഡ് ചെയ്യപ്പെടുന്നത് നമ്മളിൽ തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു, രാഷ്ട്രീയ മുഖങ്ങളോ മതമുഖങ്ങളോ ഒന്നും നോക്കണ്ട, മനുഷ്യത്വം കാണിക്കണം. ഇത്രയും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.